അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനികളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ മർമ്മപ്രധാനമായ വിശ്വാസങ്ങൾക്കെതിരെ വളരെ പിഴച്ച വിശ്വാസം പേറുന്ന കക്ഷികളാണ് കുരുവട്ടൂരിസം. കുഫറിലേക്ക് തന്നെ ചെന്നെത്തുന്ന വാദങ്ങൾ ഉന്നയിക്കുന്ന പിഴച്ച കക്ഷികളാണ് കുരുവട്ടൂരികൾ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കണ്ടു എന്ന് പരസ്യമായി പറഞ്ഞ നൗഷാദ് അടക്കമുള്ള പുത്തൻവാദികൾ നിരവധി വിദണ്ഡവാദങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന മുഅ്തസിലിയത്തിൻ്റെ വിശ്വാസം ഇവിടെ വന്ന് വിളമ്പി മൊബൈൽ വാദം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പിശാചിന് കളവ് പോലും പറയാൻ പറ്റില്ല എന്ന് പാച്ചക്കള്ളം പറഞ്ഞു എന്നല്ല, മഹാനായ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു നസ്വീഹത്തുൽ ലബീബിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദമായ ചർച്ച, ആ ചർച്ചയിൽ മഹാകളവ് പറഞ്ഞു. സുംഹൂദി ഇമാമിൻ്റെ പേരിൽ വലിയ അബദ്ധം പ്രചരിപ്പിച്ചു. അൾജീരിയയിൽ നിന്നൊരു കിതാബ് വരാനുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതുവരെ അൾജീരിയയിൽ നിന്ന് കിതാബ് വന്നിട്ടില്ല. നൗഷാദ് ഇതുവരെ അൾജീരിയയെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല. അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നമ്മൾ നിരന്തരം ചോദിക്കുന്നു, അൾജീരിയൻ കിതാബ് എവിടെ? പക്ഷേ കളവ് പറഞ്ഞ് ഓടിയ നൗഷാദ് ഇപ്പോൾ അത് മിണ്ടുന്നില്ല. മുഅ്തസിലത്തിൻ്റെ വാദം കൊണ്ടുവന്നു, കുഫറിൻ്റെ വാദം കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് പിഴച്ച വാദങ്ങളുമായി കടന്നു വന്നു കുരുവട്ടൂരിസം. അതുകൊണ്ട് തന്നെ ഈ പുത്തൻ വാദം പേറുന്ന ഈ വിഭാഗത്തെ നമ്മുടെ നേതാക്കൾ പിടിച്ച് പുറത്തെറിഞ്ഞു. അതോടുകൂടെ ഖുർആനും ഹദീസും ഇമാമുകളുടെ കിതാബുമൊന്നും തെളിവായിട്ടില്ലാത്ത മൗലവി മഹാന്മാരായ ഇമാമുകളുടെ പേരിൽ കളവ് പറഞ്ഞു, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ പേരിൽ കളവ് പറഞ്ഞു. അങ്ങനെ കളവ് മാത്രം പറഞ്ഞ് നടക്കുന്ന ഈ മൗലവിയെ നമ്മൾ പ്രമാണബദ്ധിതമായി ഗണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ നൗഷാദ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ശൈലി വഹാബികൾക്ക് ഏണിവെച്ചു കൊടുക്കുക, വഹാബിസത്തിൻ്റെ ആശയത്തിന് കൂട്ടുനിന്ന് കൊടുക്കുക, വഹാബികൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് സംസാരിക്കുക, അങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തുക എന്നതാണ് വഹാബികൾ നടത്തുന്ന അതേ ശൈലി. വഹാബികൾ എഴുതി കൊടുത്ത അതേ സ്ക്രിപ്റ്റ്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത സംഘടന ഇതെന്തിനാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടത്? സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളെ നേരിടാൻ, ആശയപരമായി നേരിടാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടുള്ളതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഓരോ കാലഘട്ടത്തിലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തെ സംരക്ഷിക്കുന്നതിന് അതത് കാലത്തെ ഇമാമുകൾ കൃത്യമായ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. മദ്ഹബിൻ്റെ ഇമാമുകളുടെ കാലഘട്ടത്തിൽ മദ്ഹബ് ക്രോഡീകരണം നടന്നു. അതുപോലെ തന്നെ പിൽക്കാലത്തെ ഹദീസ് കിതാബുകളുടെ ക്രോഡീകരണം വന്നു. അങ്ങനെ ഓരോ കാലഘട്ടം നോക്കുമ്പോഴും അതത് കാലഘട്ടത്തിൽ അനിവാര്യമായ സേവനങ്ങൾ അതത് കാലഘട്ടങ്ങളിലെയും പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഒരു നൂറ്റാണ്ട് മുമ്പ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുകയാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്തയെ സംബന്ധിച്ച് സമസ്ത എന്നത് ഇസ്ലാമികമല്ലെന്നും, സമസ്ത രൂപീകരിച്ചിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ, അതിൻ്റെ മുമ്പ് അപ്പോൾ ഇസ്ലാമില്ലേ എന്ന ഒരു ചോദ്യമാണ് നൗഷാദ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കൊല്ലം മുമ്പ് ആളുകൾക്കറിയില്ലല്ലോ ഈ സംഘമുണ്ട് എന്ന്. വെറുതെ പറഞ്ഞാൽ കുറഞ്ഞ കാലം പിന്നെ അങ്ങോട്ട് 89 മുതൽ. അപ്പൊ അതിനു മുമ്പുള്ള ആളുകളൊന്നും ഈ പറഞ്ഞ ആത്മീയതയിൽ ഇല്ലാത്ത ആളുകളാ. പോകട്ടെ, സമസ്ത കേരള എന്നാണല്ലോ. അപ്പൊ ഈ കേരളത്തിൽ മാത്രമല്ലേ ഇതുള്ളത്? അല്ലെങ്കിൽ മലയാളികൾ ഉള്ളയിടത്ത് ലോകമെന്ന് പറയുന്നത് ഈ ഒരു കൊച്ചു കേരളമാണോ? മറ്റുള്ള സ്ഥലത്തൊന്നും ദീനുൽ ഇസ്ലാം ഇല്ലേ? അപ്പൊ അവർക്കൊന്നും ആത്മീയത ഇല്ലേ? എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയുകയാണ്. കൃത്യമായ ബിദ്അത്തിന്റെ ആശയമാണിത്.
അങ്ങനെ ഒരു സംഭവമല്ല. കണ്ടില്ലേ? അപ്പൊ വഹാബികൾ എഴുതി കൊടുത്ത അതേ സ്ക്രിപ്റ്റ് ഇതന്നെയാണ് വഹാബികളും ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തേ? നമ്മുടെ മൗലിദ് കിതാബ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? മങ്കോസ് മൗലിദ് ഉണ്ടായിരുന്നോ? ഈ 33 വക ഏടുണ്ടായിരുന്നോ? അതുപോലുള്ള ഏടുകൾ ഉണ്ടായിരുന്നോ? മൗലിദ് ഉണ്ടായിരുന്നോ? മദ്ഹബുകൾ ഉണ്ടായിരുന്നോ? അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിപുലമായ മൗലിദാഘോഷ പരിപാടികൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നോ? സ്വഹാബത്ത് നബിദിന സമ്മേളനം നടത്തിയിരുന്നോ? ഇതൊക്കെ വഹാബികൾ കാലങ്ങളായി ചോദിച്ച് നമ്മുടെ പണ്ഡിതന്മാർ അതിന് വായടപ്പൻ മറുപടി നൽകി. ഇപ്പം ആ ചോദ്യം ചോദിക്കാൻ വഹാബികൾക്ക് ധൈര്യമില്ലാതെയായി. അപ്പോൾ വഹാബികൾ ഏൽപ്പിച്ച ചാരനാണ് നൗഷാദ്. നൗഷാദിനെ അതേ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് ചോദ്യം ചോദിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലവിൽ വന്നത് 1 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഇസ്ലാമില്ലേ? സമസ്ത കേരള എന്നാണല്ലോ, അപ്പോൾ കേരളത്തിൻ്റെ പുറത്തില്ലേ? ഈ ചോദ്യം വഹാബികളുടെ അതേ ചോദ്യമാണ്. അതിനെ നമ്മൾ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുന്നു. എന്ത് തരം വിഡ്ഢിത്താണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ നൗഷാദും ടീമും ആശയപരമായി പൂർണ്ണ പരാജയത്തിലെത്തിയപ്പോൾ വഹാബികളുടെ അതേ ചവിട്ടടിപ്പാതയിലൂടെ നടന്നു വരികയാണ്. ഞാൻ കൂടുതലായിട്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നില്ല. നൗഷാദും ടീമും പ്രമാണങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണമായി പെട്ടപ്പോൾ ഇപ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ വന്ന് നിന്ന് അവരുടെ പേര് പറഞ്ഞ് ഇവരുടെ ഈ വിദണ്ഡവാദം ചിലവഴിക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് അവരുടെ മഹത്വമാണ് ഈ അടുത്ത കാലത്തായിട്ട് മൗലവി പറയുന്നത്. ഈ അടുത്ത 1-2 മാസമായിട്ട് EK ഉസ്താദിൻ്റെ മഹത്വ പറയുന്നത്. അതിൻ്റെ കാരണം എന്താ പറയുന്നത്? വലിയ ഹലറത്ത് നിന്ന് ഇപ്പോഴാണ് വിവരം കിട്ടുന്നത്. എന്നാൽ കുറച്ച് മുമ്പ് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ മഹത്വം പറയാനായിരുന്നു കുറച്ച് മുമ്പ് വിവരം കിട്ടിയത്. ആ വിവരം ഇപ്പോൾ ക്യാൻസലാക്കപ്പെട്ടു. അനുദിനം ക്യാൻസൽ ചെയ്യപ്പെടുന്ന പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് കുരുവട്ടൂരിസം എന്ന് പറയുന്നത്. അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അപ്പോൾ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാർ പുത്തൻവാദവുമായി കടന്നു വന്ന നൗഷാദിനെയും ടീമിനെയും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കി, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് നമ്മുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചപ്പോൾ ഈ വിഭാഗം എന്തായിരുന്നു ചെയ്തിരുന്നത്? നൗഷാദും ടീമും ചെയ്തിരുന്നത് നമ്മുടെ ഉലമാഇനിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് ആദ്യം നടത്തിയത്. മഹാനായ സുൽത്താനുൽ ഉലമയെ വല്ലാതെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഉസ്താദിൻ്റെ പേരിൽ വലിയ മദ്ഹുകൾ പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മറ്റു പണ്ഡിതന്മാരും ഇടയിൽ വലിയ വിഭാഗീയതയാണെന്നും 2 വിഭാഗമായി വേർതിരിഞ്ഞിട്ടുണ്ടെന്നും എന്ന് പ്രചരിപ്പിച്ച് നമ്മുടെ പ്രവർത്തകരിൽ ചിലരുടെയെങ്കിലും പിന്തുണ കിട്ടുമോ എന്ന ഒരു ശ്രമം നടത്തി. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിൻ്റെ മഹത്വം ധാരാളം പറഞ്ഞ് നമ്മുടെ പ്രവർത്തകരുടെ ഒരു പിന്തുണ കിട്ടുമോ എന്ന ഒരു ശ്രമം നടത്തി. ആദ്യം അന്ന് കേൾക്കാം നമുക്ക്. കണ്ടില്ലേ? അപ്പൊ ഉസ്താദിനെ മഹബത്ത് വെക്കുന്നത് ആരാണ്? കൊഹമാട്ട് ജാലിൽ അബ്ദുള്ള മൗലവിയാണ് പോൽ. അത് മടവൂര് പറഞ്ഞ ഉറപ്പാണ്. പിന്നെ അത് മാറൂല. പക്ഷേ ഇപ്പം മാറി. ഉസ്താദിനെ അതിശക്തമായി വിമർശിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേരിൽ നിരന്തരം കളവ് പറയുകയും ചെയ്യുകയല്ലേ നൗഷാദെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുള്ള ഒരാൾക്ക് ഇവർക്ക് വിവരം കിട്ടുന്നു എന്ന് പറയുന്ന ഹലറത്ത് ശൈത്വാന്റെ ഹലറത്താണ് എന്ന് തിരിച്ചറിയാൻ ഇനി അധിക ഉദാഹരണം പറയേണ്ടതുണ്ടോ? ഒന്നുകൂടി കേൾക്കി. മനസ്സിലായല്ലോ? അപ്പോൾ ഉസ്താദ് അവറുകൾ വലിയ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ആ ഉയരത്തിൻ്റെ കാരണം ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളാണെന്നും ഇതേ നൗഷാദ് പറയുന്നു. അതെപ്പോൾ പറയുന്നു? കുരുവട്ടൂരിസത്തിലേക്ക് പോയതിന് ശേഷം പറയുന്നു. ആ ശൈത്വാന്റെ ഹദറത്ത് നിന്ന് വിവരം കിട്ടിയതിന് ശേഷം ഈ പറയുന്നത്.
അപ്പോൾ ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കൂടെ കിട്ടുമോ എന്ന ഒരു ശ്രമം നടത്തി. പക്ഷേ അത് പൂർണ്ണമായി പരാജയപ്പെടുത്തി. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ ഇത് പരാജയപ്പെടുത്തി. ഇങ്ങനെയുള്ള പുത്തൻവാദികളെ ഞങ്ങളെ നേതാക്കളെ ഏറ്റെടുക്കാൻ അനുവദിക്കൂല എന്ന് നമ്മുടെ പ്രവർത്തകർ തെളിയിച്ചു കൊടുത്തു. അപ്പം മൗലവിക്ക് മനസ്സിലായി ഈ അടവ് നടക്കൂല. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആളായി ചമഞ്ഞാൽ ആ കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. അപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഉസ്താദിനെ ചീത്ത പറയാം. ഉസ്താദിനെ ചീത്ത പറഞ്ഞിട്ട് ഈ കെ ഉസ്താദിൻ്റെ മഹത്വം പറയാം. ഈ കെ ഉസ്താദിൻ്റെ മഹത്വം പറയുമ്പോൾ മൗലവി അവകാശപ്പെടുന്നത് നേരത്തെ പറയാതിരുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ചങ്ങലക്കെട്ടുള്ളത് കൊണ്ടാണ്. അത് മാറിയപ്പോൾ ഞാനിതാ പറയുന്നു, നൗഷാദേ ഇന്നൊക്കെ ഞങ്ങളെ പ്രസ്ഥാനത്തുനിന്ന് പിടിച്ച് പുറത്തെറിഞ്ഞിട്ട് കാലം എത്രയായി, എന്നിട്ടെന്തേ ഇതുവരെ പറയാതിരുന്നത്? ഇതുവരെ പറയാതിരുന്നത് നിന്റെ ആദ്യത്തെ അടവ് നോക്കിയായിരുന്നു, ഞങ്ങളെ പ്രവർത്തകരെ കൂടെ കിട്ടുമോ നോക്കി. അത് നടക്കൂല എന്ന് തോന്നിയപ്പോഴാണ് ഈ കെ ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞ് ഈ കെ സമസ്തയിൽ ചാരി നിൽക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുന്നു. പക്ഷേ ഈ കെ സമസ്തയിലുള്ള ആലിമീങ്ങൾ താങ്കളെപ്പോലുള്ള പുത്തൻവാദികളെ ദൂരെ വലിച്ചെറിയും, ഒരു സംശയവും വേണ്ട. ഈ കെ സമസ്തയിലുള്ള പ്രവർത്തകരും താങ്കളെപ്പോലുള്ള ആളുകളുടെ കാപട്യം തിരിച്ചറിയും, ഒരു സംശയവും വേണ്ട. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുർ ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞ് ഇവിടെ നടന്നിരുന്ന നൗഷാദ് ഇപ്പോൾ ഉസ്താദിൻ്റെ ആത്മകഥ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഉസ്താദിനെ തേജോവധം ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളെപ്പോലുള്ള എത്ര പിഴച്ച കക്ഷികൾ വന്ന് എത്ര ശ്രമിച്ചാലും അങ്ങനെ തേജോവധം ചെയ്യാൻ പറ്റുന്ന നാമമല്ല ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകളുടെ നാമം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതൊരിക്കലും സാധിക്കുകയില്ല. നൗഷാദ് പറയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടുത്തെ ആത്മകഥയിൽ പോലും ഈ കെ ഉസ്താദിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ഈ കെ ഉസ്താദിൻ്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, അപ്പോൾ ഒരു കാര്യം നേരത്തെ മൗലവി പറഞ്ഞു വെച്ചതൊക്കെ ഇതോടുകൂടി പൊളിഞ്ഞു പോകുന്നുണ്ട്, ഞാനതിലേക്ക് വരാം. ആദ്യം നമ്മളതൊന്ന് കേൾക്കാം. വിശ്വാസപൂർവം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആത്മകഥയാണല്ലോ ഇപ്പൊ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങി പിറ്റേന്ന് തന്നെ വിവാദമായ പുസ്തകം. ഈ പുസ്തകത്തിൽ ഞങ്ങളൊന്ന് വായിച്ചു നോക്കി. അതെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആത്മകഥ പുറത്തിറങ്ങിയപ്പോ പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികളെ, അവരുടെ കൂടാരങ്ങളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അനീതിയും അക്രമവും ചെയ്ത പലരെയും അത് അലോസരപ്പെടുത്തുന്നുണ്ട്. താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്ക് ചെറിയ തലവേദനയല്ല അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾ അതൊരു വിവാദമാക്കാൻ ശ്രമിച്ചത്. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വിമർശകരായ ആളുകൾ വായിച്ച് തീർത്ത അത്ഭുതകരമായ ആത്മകഥയാണ് ഞങ്ങളുടെ ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ ആത്മകഥ. വായിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇതിലെ ഈ കെ ഉസ്താദിന്റെ മഹത്വം പറയാൻ വേണ്ടി കണ്ടില്ലേ? അപ്പൊ ഉസ്താദിന്റെ ഈ കെ ഉസ്താദിന്റെ മഹത്വം പറയാൻ ആത്മകഥയിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോധ്യപ്പെട്ടില്ലേ നൗഷാദേ, ഞങ്ങളെ ഉലമാഇനിടയിൽ സംഘടനാപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ വിശ്വാസപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, വ്യക്തിപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നല്ല ഈ കെ ഉസ്താദ് അവർകൾ പിന്നീട് സമസ്തയിൽ അനിവാര്യമായി തീർന്ന പുനഃസംഘടനയും അതിനെ തുടർന്നുള്ളൊരു ഏകീകരണവും ആഗ്രഹിച്ചിരുന്നു എന്നത് ചന്ദ്രിക ദിനപത്രത്തിലെ ലേഖനം വരെ കൃത്യമായി വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കെ ഉസ്താദ് അടക്കമുള്ള ശംസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും അടക്കമുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ എന്നും വിശ്വാസപരമായി താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്കെതിരെയായി എന്നും ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് തന്നെയായിരിക്കും ഇന്നും ഇരു സമസ്തകളും താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ സമസ്തയിലും പ്രവർത്തനത്തിലും പ്രവർത്തകരിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്ന പരാജയബോധത്തോടെ ഈ കെ സമസ്തയിൽ ഗ്രിപ്പ് കിട്ടുമോ എന്ന ശ്രമം നടത്തുന്ന നൗഷാദിനോട് പറയുന്നത്, രണ്ട് സമസ്തയിലും രണ്ട് സമസ്തയുടെ പ്രവർത്തകർക്കിടയിലും താങ്കളെപ്പോലുള്ള പുത്തൻവാദികൾക്ക് ഒരു കാര്യവുമില്ല. പൊന്നൊരുക്കുന്നോടത്ത് പൂച്ചക്കെന്ത് കാര്യം എന്ന് ചോദിച്ചതുപോലെ ഞങ്ങളുടെ സമസ്ത പ്രവർത്തകർക്കിടയിൽ താങ്കൾക്കെന്ത് കാര്യമെന്നാണ് ഞങ്ങളിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി പൊളിഞ്ഞു പോയത് എന്താണെന്നറിയോ? നൗഷാദ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതെന്താണ്? അദ്ദേഹം ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് അവരുടെ മഹത്വം പറയാൻ നമ്മൾ തയ്യാറാവൂല എന്നും ഈ കെ ഉസ്താദിനെ ചീത്ത പറയാനായിരുന്നു നൗഷാദിനോട് നമ്മുടെ പ്രവർത്തനത്തിലുള്ള സമയത്ത് പറഞ്ഞിരുന്നത് എന്ന കളവാണ് ഇവിടെ
തകർന്നു വീണത്. അങ്ങനെ ഒരു നിർദ്ദേശവും ഞങ്ങളെ പ്രവർത്തകർക്ക് കൊടുക്കുന്നില്ല എന്നല്ല മഹാനായ EK ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ സംഘടന വ്യത്യാസമില്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളെ ആലിമീങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഷെയ്ഖുന കാദബർ ഉസ്താദ് അവിടുത്തെ ആത്മകഥയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി വിശ്വാസപൂർവത്തിൽ നൗഷാദ് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്താണത്? അത് അദ്ദേഹം വിചാരിച്ച പോലെ ആയിട്ടില്ല. അദ്ദേഹം ചില ഹെഡിങ്ങുകളും അതുപോലെ ചില അധ്യായങ്ങളുടെ പേരുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുപോലെ വന്നില്ല. അത് ഒരു വലിയ തെറ്റായിട്ട് മൗലവി അവതരിപ്പിക്കുകയാണ്. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അനുഭവങ്ങളും ഓർമ്മകളും ഉടൻ പുറത്തിറങ്ങുന്ന വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ വായിക്കാം. അപ്പൊ ഈ ലേഖനത്തിൽ ഏതിൽ നിന്ന് എടുത്തുകൊടുത്തതാ? ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന വിശ്വാസപൂർവം എന്ന ആത്മകഥയിലെ ഭാഗമാണിത്. CM വലിയുല്ലാഹി തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ സിറാജ് പത്രത്തിന്റെ പ്രതിവാരത്തിൽ പ്രസിദ്ധീകരിച്ചു. അവിടെ കൊടുത്തിരുന്നു, ഇത് ഉസ്താദിന്റെ പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥയിലുള്ള ഭാഗമാണ്. ആത്മകഥയിൽ എന്ന് പറഞ്ഞാൽ വഴികാട്ടികൾ വഴിവെളിച്ചങ്ങൾ എന്ന അധ്യായത്തിൽ ഉസ്താദ് പങ്കുവെക്കുന്ന ചില ഓർമ്മകളാണ് ഈ പത്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിശദമായിട്ട് ആത്മകഥയിൽ വായിക്കാം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്റെ ശൈഖ് നമ്മുടെ ശൈഖുന സിറാജ്. ആ അധ്യായത്തിലുള്ള ചില ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ മാത്രം കൊടുക്കുമ്പോൾ അതിലുള്ള പ്രസക്തമായ ഭാഗം ഒരു തലക്കെട്ടായിട്ട് കൊടുക്കും. അത് ഇയാൾക്ക് സാഹിത്യത്തെക്കുറിച്ചോ എഴുത്തിനെക്കുറിച്ചോ യാതൊരു വിവരമില്ലാത്തതുകൊണ്ടാണ്. ഒന്നും അറിയാതിരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണിതൊക്കെ. ഒരു പുസ്തകമാകുമ്പോൾ അതിലുള്ള വലിയ ഒരു അധ്യായത്തിൽ പല വിഷയങ്ങളും കടന്നു വരും. അപ്പോൾ അതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹെഡിങ് ആയിരിക്കും അവിടെ കൊടുക്കാം. എന്നാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് ഒരു പത്രത്തിലോ പ്രസിദ്ധീകരണത്തിലോ കൊടുക്കുമ്പോൾ ആ കൊടുക്കപ്പെടുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട ഹെഡിങ് ആയിരിക്കും അപ്പത്രത്തിൽ കൊടുക്കാം. അപ്പം ഈ സാധു മനസ്സിലാക്കി ആത്മകഥയിലും ഉള്ള ഹെഡിങ് ഇതായിരിക്കും എന്ന് ആ ജാഹില് മനസ്സിലാക്കി. എന്ത് ചെയ്യാനാണ്? ജഹാലത്തിന് കയ്യും കാലും വെച്ചാൽ നൗഷാദാകും എന്ന് നമ്മൾ വെറുതെ പറയല്ലോ, അത് പരസ്യമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഉസ്താദ് അവരുടെ ഈ ആത്മകഥയുടെ പരാമർശത്തെക്കുറിച്ച് സിറാജിൽ ഈ ഹെഡിങ്ങിൽ ഇങ്ങനെ ഒരു ഭാഗം ആത്മകഥയിൽ വരും എന്ന് പറഞ്ഞിരുന്നോ? ഇത് പറഞ്ഞിട്ടില്ല. ഉസ്താദ് അവരുടെ ആത്മകഥയിൽ വിശദമായിട്ട് വായിക്കാനുള്ള ഒരു ഭാഗമാണ് സിറാജ് പത്രത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നൗഷാദ് പറയട്ടെ. നമ്മളിതൊന്ന് വായിച്ചു നോക്കി, ആ ഹെഡിങ് നോക്കി, നമ്മുടെ ശൈഖ് എൻ്റെ ശൈഖുന എന്നൊരു ഹെഡിങ്ങിന് വേണ്ടി ഞങ്ങൾ പരതി. അപ്പൊ നോക്കുമ്പോ പല ഹെഡിങ് ഇതിൽ കാണുന്നു. ചേകനൂരിലെ താർക്കികൻ, ബഹ്റുൽ ഉലൂമിന്റെ ചാരെ, സൈനബക്കുള്ള സമ്മാനങ്ങൾ, ഇതൊക്കെ കാണുന്നു. എൻ്റെ ശൈഖുന നമ്മുടെ ശൈഖ് എന്ന അധ്യായം, ആ ഹെഡിങ് ആത്മകഥയിൽ നിന്ന് ഔട്ട്, കാണാനില്ല. അങ്ങനെ ഒരു ഹെഡിങ് ആത്മകഥയിൽ ഇല്ല മൗലവി. എന്തൊരു ജാഹിലാണ് ഇയാള്. അങ്ങനെ ഒരു ഹെഡിങ് ആത്മകഥയിൽ ഉണ്ട് എന്ന് പത്രത്തിൽ പറഞ്ഞിരുന്നോ? എന്ത് വിവരക്കേടാണ് മൗലവി. വിവരക്കേട് മാത്രം വിളിച്ചു പറയും എന്ന് തീരുമാനിച്ചിറങ്ങിയാൽ എന്തൊരു ദുരന്തം എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്. അങ്ങനെ ഒരു ഹെഡിങ് അതിലില്ല. അതേസമയത്ത് വിപുലമായ ഒരു അധ്യായത്തിൻ്റെ ചെറിയ ഒരു ഭാഗം, CM വലിയുല്ലാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മയുടെ ചെറിയ ഒരു ഭാഗം അവിടെ കൊടുത്തു. അപ്പോൾ മൗലവി മനസ്സിലാക്കി ഇതേ ഹെഡിങ്ങിൽ ആത്മകഥയിലുണ്ട് എന്നാണ് ഈ ജാഹില് മനസ്സിലാക്കിയത്. എന്താ ചെയ്തത്? സിറാജിൽ ഈ ലേഖനം വന്നപ്പോ ഈ ലേഖനവും പിടിച്ച് മർക്കസിലേക്ക് ആളെത്തി. അങ്ങനെ ആളെത്തിയപ്പോൾ മർക്കസിന്റെ മെയിൻ ഓഫീസിൽ ഉണ്ടായിരുന്നത് നൗഷാദായിരുന്നു. എന്ത് കളവാണ് നൗഷാദായി പറയുന്നത്, എന്ത് കളവായി പറയുന്നത്. അപ്പോ സിറാജ് പത്രവും പിടിച്ചിട്ട് മർക്കസിലേക്ക് ആള് വന്നു. ആര് വന്നടോ? ഒരാളും വന്നിട്ടില്ല. താങ്കൾക്ക് ഗ്രന്ഥരചനയെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസിദ്ധീകരണത്തിൽ കൊടുക്കുന്നതിനെക്കുറിച്ചോ ഒരു ധാരണയുമില്ലാത്ത ജാഹിലായതുകൊണ്ട് താങ്കൾ തെറ്റിദ്ധരിക്കുന്ന ധാരണകളാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആത്മകഥയിൽ
അദ്ദേഹം പറയുന്നു മറ്റൊന്നില്ല. എന്താണത്? വലിയ സംഗതിയായിട്ട് പറയട്ടെ. വളരെ കൃത്യമായി കേട്ടോളൂ. ഒരാളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ഏതാ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ ലഭിക്കലല്ലേ? എങ്കിൽ ഞങ്ങൾ വളരെ ആത്മകഥയാണല്ലോ, ഞാനും അൻവരി ഉസ്താദും തൊഴിയൂർ ഉസ്താദും ഞങ്ങളൊക്കെ തിരിച്ചും മറിച്ചു എവിടെങ്കിലും ഒന്ന് ആത്മകഥയിൽ എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഷഅർ മുബാറക്ക് കിട്ടി എന്നൊരു വാക്ക് ഉണ്ടോ എന്ന് പരതി നോക്കി, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി ഏതോ മൂലയിലുണ്ട്, നിങ്ങൾ കാണിച്ചെന്നാലും കുഴപ്പമില്ല. അത് നിങ്ങളെ പോലുള്ള കഥയില്ലാത്ത മൂന്നെണ്ണം ഇത് തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിയാൽ കാണുമോ? ഇത് കാണൂലല്ലോ. കഥയുള്ള ഒരുത്തനെ കൂട്ടിക്കൂടായിരുന്നോ തിരിച്ചും മറിച്ചും നോക്കുമ്പോ? എങ്കിലല്ലേ ചട്ടയെങ്കിലും മറിച്ചു നോക്കാനുള്ള ബോധം ഉണ്ടാവുള്ളൂ. എന്നിട്ടെന്താ സംഭവിച്ചത്? ചോദിക്കട്ടെ, ഇവിടെ ഓരോന്നോരോന്ന് ഇത്രയും പേജിൽ, എത്ര പേജാണ് ഈ ആത്മകഥ? ഇതൊക്കെ ഇതിന്റെ പ്രവർത്തിക്കുന്ന ആളുകൾ വേറെട്ടോ 419 പേജിൽ എഴുതിയിട്ട്. കുറച്ച് കഥയുള്ള ആളുകളെ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാം. വിവരവും തൻ്റെ ഇടവും ബോധവും ഉള്ള ഏതെങ്കിലും ഒന്നിനെ, ഒരു ടൂറിസത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവൂല, പക്ഷേ കുറച്ചെങ്കിലുള്ള ആളുകളെ കൂട്ടാം. എന്നിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ നോക്കുക. ഇതിപ്പോൾ ഉസ്താദ് എഴുതിയ ഉസ്താദിൻ്റെ ആത്മകഥ മലയാളത്തിലുള്ള പുസ്തകമാണ്. ഇത് പരിശോധിച്ച കഥയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇവർ 3 അടുപ്പും കല്ലുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുകയാണ്. മൗലവി തിരിച്ചും മറിച്ചും നോക്കിയാൽ ഒന്നും കിട്ടൂല. ആദ്യം ഇതിൻ്റെ ചട്ടമറിച്ചിട്ട് അതിൻ്റെ ഗ്രന്ഥകാരൻ എഴുതിയ ആമുഖമുണ്ട്. ഏത് കിതാബാണെങ്കിലും പുസ്തകമാണെങ്കിലും ആ ഗ്രന്ഥത്തെക്കുറിച്ച് അതിൻ്റെ രചയിതാവ് എന്താണ് പറയുന്നത് എന്ന് മറിച്ചു നോക്കണം. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് ചെറിയ ഒരു വിവരണം അതിൽ നിന്ന് കിട്ടും. അങ്ങനെ മറിച്ചു നോക്കാനുള്ള വിവരവും വിവേകവുമുള്ള ഒരുത്തനും ഇല്ലാതായിപ്പോയല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. ലൂത്ത് നബി ചോദിച്ചില്ലേ, അലൈസ മിൻകും റജുലുൻ റഷീദ്, തൻ്റെ അടള്ള ഒറ്റ ഒന്നും ഇല്ലടോ നിങ്ങളുടെ കൂട്ടത്തിൽ. ഇത് തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്. ആമുഖത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇത് എഴുതി വെക്കുന്നു, ആത്മകഥ എന്ന പോലെ ഇത് മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ്. ഇന്ന് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിൻ്റെയും മുമ്പുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചു പോകുന്നത്. ചില പിൽക്കാല സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട്. വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിനേക്കാളേറെ ഞാൻ ഭാഗവക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണവ. അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്ന മഹാപണ്ഡിതനാണ്. ഉസ്താദിൻ്റെ വിപ്ലവാത്മകമായ ജീവിതം ഈ 400 ചില്ലാനം പേജിൽ ഒതുക്കാൻ കഴിയൂല. അപ്പോൾ ഉസ്താദ് അവറുകൾ പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. തുടക്കം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പഠിക്കാൻ പോകുന്നത് മുതൽ അവസാനത്തെ അധ്യായം പറയുന്നത് മർക്കസിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ്, മർക്കസിലേക്കുള്ള വഴികൾ. അപ്പോൾ മർക്കസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പറയാൻ കിടക്കല്ലേ? നോളജ് സിറ്റിയുടെ വിപ്ലവങ്ങൾ പറയാൻ കിടക്കല്ലേ? ഷെയർ മുബാറക്കിന്റെ വിപ്ലവങ്ങൾ പറയാൻ കിടക്കല്ലേ? ആഗോള പ്രശസ്തമായ ഉസ്താദിന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് പറയാൻ കിടക്കല്ലേ? ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളും വിജയങ്ങളും പറയാൻ കിടക്കുകയാണ്. അപ്പോൾ ഉസ്താദ് അവറുകൾ മർക്കസ് തുടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഷെയർ മുബാറക്ക് കിട്ടിയ വിവരം ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യാ മൗലവി? എന്ത് കാര്യം? ഒരു മലയാള പുസ്തകം മറിച്ചു നോക്കാനുള്ള ഒരു വിവരെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാക്കിക്കൂടെ എൻ്റെ നൗഷാദേ? സങ്കടത്തോടെ കൂടി ചോദിച്ചു പോവാണ്, എന്തിനിങ്ങനെ നാണം കെടാൻ വരണം? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയാണ് ഈ മൗലവി. ഇയാളിപ്പോൾ ഒരു മലയാള പുസ്തകം നോക്കിയ കോലാണ് പത്. എന്നാൽ മഹാന്മാരെ എഴുതി വെച്ച കിതാബുകൾ നോക്കുമ്പോഴുള്ള അബദ്ധങ്ങൾ എത്രയായിരിക്കും? അപ്പം കിതാബ് മറിച്ചുകൊണ്ട് ഇതുപോലുള്ള വിവരക്കേടുകളും പൊട്ടത്തരങ്ങളും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇനി പറയട്ടെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ മദ്ഹ്
പറയുന്നു എന്ന പേരിൽ ധാരാളം പറഞ്ഞിരുന്ന മൗലവി ഇപ്പോൾ ഉസ്താദിനെ ധാരാളമായി ആക്ഷേപിക്കാനാണ് സമയം ചെലവഴിക്കുന്നത്. ഉസ്താദിന് നമ്മുടെ കേരളത്തിലുള്ള ഉലമാ, മഹാനായ റഈസുൽ ഉലമ അടക്കമുള്ള നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഉസ്താദിന് അനുയോജ്യമായ ഒരു പേര് നൽകി, സുൽത്താനുൽ ഉലമ. അതിനെക്കുറിച്ചെന്ന് പറയട്ടെ. ശരിക്കും മനസ്സിലാക്കണം, സുൽത്താനുൽ ഉലമ എന്ന പേര് ഇസ്സുദ്ദീൻ തങ്ങൾക്ക് വെച്ചതാരാ? ഷാദുലി തങ്ങളാണ്. ഇതിങ്ങനെ അമ്മക്ക് ഏത് ഇഷ്ടമുള്ള പേരും വെക്കാം. ആർക്കാ പേരില്ലാത്തത്? പേര് വെക്കന്നെ നാലാള് കൂടെ പേര് വെക്കാം. അതെ, ഇക്കാലഘട്ടത്തിലുള്ള മഹത്തുക്കളായ ഉലമ ചേർന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദിന് സുൽത്താനുൽ ഉലമ എന്ന് പേര് കൊടുത്തത്. മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ അക്കാലഘട്ടത്തിൽ ഉസ്താദിനെ പരിഗണിച്ച ചരിത്രം ഈ ആത്മകഥയിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഒന്ന് വായിച്ചു നോക്കാം. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾക്കറിയാമായിരുന്നു ആരാണ് ഷെയ്ഖുന കാന്തപുര ഉസ്താദ് അവറുകൾ എന്ന്. അതുപോലെ അക്കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരൊക്കെ വടകര മമതാജി തങ്ങളടക്കമുള്ള നേതാക്കൾ ഇപ്പൊ ഷെയർ മുബാറക്ക് കിട്ടിയെന്ന് നൗഷാദ് അംഗീകരിക്കുന്നില്ലേ? ആ കിട്ടിയത് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരത്തോടുകൂടെയാണ് ഡോക്ടർ ഹസ്രജി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തത് എന്നും നൗഷാദെ താങ്കൾ അംഗീകരിക്കുന്നില്ലേ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകാൻ അംഗീകാരം കൊടുക്കാൻ മാത്രം ബഹുമാനപ്പെട്ട ഷെയ്ഖുന വളർന്നിട്ടുണ്ട് എന്നത് താങ്കൾ അംഗീകരിക്കുന്നു, താങ്കൾ അത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് അവരുടെ വലുപ്പം താങ്കൾ ഇനി പറഞ്ഞില്ല എങ്കിലും, താങ്കളുടെ കുരുവട്ടൂരസത്തിൽ ചേർന്ന കുറച്ചാളുകൾ പറഞ്ഞില്ല എങ്കിലും ഇവിടെ ലോകം മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉസ്താദിന് കൊടുക്കാൻ യോഗ്യരായ പണ്ഡിതന്മാർ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് എന്ന് നൗഷാദിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കളെ ധാരാളമായി ചീത്ത പറഞ്ഞ് നടന്ന മൗലവി അതിലൊന്നും പിടുത്തം കിട്ടാതെ ഇപ്പൊ സമസ്തയുടെ ചരിത്രത്തിലേക്ക് മാറിയല്ലോ. സമസ്തയുടെ ചരിത്രത്തിലേക്ക് മാറി കെ ഉസ്താദിന്റെ മഹത്വം അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സമസ്തയെക്കുറിച്ചും ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റ് ആയതിനെക്കുറിച്ചും സുൽത്താനുൽ ഉലമ സെക്രട്ടറി ആയതിനെക്കുറിച്ചൊക്കെ മൗലവി പറഞ്ഞ് മറ്റു പലരുടെയും പിന്തുണ കിട്ടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. എന്നാൽ താജുൽ ഉലമ ഖുത്ബായിരുന്നു എന്ന് ഇതേ കോമാട്ട് ജാലുൽ അബ്ദുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് നൗഷാദിന്റെ മറ്റു കുരുമുരീദുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ താജുൽ ഉലമയെയും സുൽത്താനുൽ ഉലമയെയും നിങ്ങളാണ് ശരിയായ വഴിയിൽ, അൻത അലൽ ഹഖി, തങ്ങൾ സത്യത്തിൻ്റെ മേലിലാണ്, അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകണം എന്ന് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ സമസ്തയെ ആക്ഷേപിക്കുക എന്നുള്ള ചോദ്യം വന്നു. അതിൽ കുരുവട്ടൂരസത്തിൽപ്പെട്ട കുറേ സാധാരണക്കാർ നൗഷാദിനെ നിരന്തരം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പം നൗഷാദ് ഒരു ദുർവ്യാഖ്യാനവുമായിട്ട് വരികയാണ്. അൻത അലൽ ഹഖി എന്നതിൻ്റെ ഒരു അർത്ഥം നൗഷാദ് എന്ന് വെക്കുന്നുണ്ട്. അന്ന് കേൾക്കാം നമ്മൾ ആദ്യം. അതിന്റെ അർത്ഥം വെച്ച് ഹക്കിന്റെ മേലിൽ അടിയുറച്ചു നിന്നോളണം. അത് കണ്ടില്ലേ? അപ്പോ മൂപ്പര് ഉണ്ടാക്കിയ ഒരു പുതിയ വ്യാഖ്യാനാണ്. താജുൽ ഉലമ തങ്ങളവരുടെ പറഞ്ഞതെന്നാണ് അൻത അലൽ ഹഖി, തങ്ങൾ ഹക്കിന്റെ മേലിലാണ്. അറബിന്റെ ചെറിയ രൂപെങ്കിലും അറിയുന്നവർക്കറിയാലോ. തങ്ങൾ സത്യത്തിൻ്റെ മേലിലാണ്, അതിൻ്റെ മേലിലായിട്ട് തന്നെ തുടർന്നു പോകണമെന്നാണ് CM വലിയുല്ലാഹി തങ്ങൾ നിർദ്ദേശിക്കുന്നത്. തങ്ങളും തങ്ങൾക്ക് ശേഷമുള്ള ഇന്നുള്ള റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയോടൊപ്പം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നൗഷാദെ തന്നെ പോലുള്ള പുത്തൻവാദികളെ പിടിച്ച് പുറത്തെറിഞ്ഞത്. പുത്തൻവാദത്തെ ഒരു നിലക്കും സഹിക്കൂല, ഒരു നിലക്കും വെച്ച് പൊറുപ്പിക്കൂല. അതുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള പുത്തൻവാദികളെ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ പിടിച്ച് പുറത്തെറിഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങൾ അനിവാര്യമായ പുനഃസംഘടന സംഭവിച്ചപ്പോൾ നമ്മുടെ നേതാക്കളെ വിളിച്ച് താജുൽ ഉലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങൾ സത്യത്തിൻ്റെ മേലിലാണ്, ഒരു പേടിയും പേടിക്കണ്ട, അതിൽ അടിയുറച്ച് പ്രവർത്തിച്ചോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനൊരു പുതിയ മാനമുണ്ടാക്കി നൗഷാദ് അതിനെ ഒന്ന് വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതും ഇവിടെ നടക്കൂല എന്ന് ഞാൻ മൗലവിയെ അറിയിക്കുകയാണ്. ഇനി മൗലവി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആത്മകഥ വായിച്ചുകൊണ്ട് നൗഷാദ് പറയുന്ന ഒരു കളവുണ്ട്, ഒരു കബളിപ്പിക്കലുണ്ട്. അതൊന്ന് കേൾക്കാം. പുസ്തകമാണല്ലോ, ആ പുസ്തകത്തിന്റെ 355-ാമത്തെ പേജ്, അതിലതാ
സമസ്തയിൽ പ്രശ്നം വന്ന സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് എഴുതുകയാണ്. ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് EK അവറുകളും ഞാനും കൂടി ശൈഖുന CM-നെ കണ്ട് കാര്യങ്ങൾ ഉണർത്താൻ പോയത്. എല്ലാം കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ അവിടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞ ആര് പറഞ്ഞു? മടവൂർ ശൈഖുന പറഞ്ഞു. എന്താ പറഞ്ഞേ? സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. നിങ്ങൾ എഴുതി വെച്ചതാണ്, ഞാൻ എന്റെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോ EK ഉസ്താദ് ആരാ? സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിൻവലിക്കുമല്ലേ നിനക്കറിയില്ല, അപ്പൊ എഴുതിയത് ഞാൻ വായിക്കാണ്. വിശദീകരണമൊക്കെ നിങ്ങളാ പറയേണ്ടത്. EK ഉസ്താദ് ജനറൽ സെക്രട്ടറിയാണ് സമസ്തയുടെ. ഇത് പറയുമ്പോ ആ EK ഉസ്താദിനോടാണ് മടവൂർ ശൈഖുന പറയുന്നത് സമസ്ത വിളരില്ല. അപ്പൊ ഏതാ അത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്താ നൗഷാദ് പറയുന്നത് അറിയോ? അത് പച്ചയിൽ വ്യഭിചരിക്കുകയാണ്, പുസ്തകങ്ങളെ, ഗ്രന്ഥങ്ങളെ നാണമില്ലാതെ വ്യഭിചാരം നടത്തുകയാണ്. അല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാ? നോക്കൂ നിങ്ങൾ, മലയാളത്തിൽ ഉസ്താദ് എഴുതിയ പുസ്തകമാണിത്. ഇതിൽ 355 പേജിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുനഃസംഘടന നടക്കുന്നതെന്നാണ്. 1989 പുനഃസംഘടന നടക്കുന്നത്. എന്നാൽ ഇവിടെ പരാമർശിച്ച ഭാഗം ഏതാണ്? അതൊന്ന് കേൾക്കാദ്യം. പല ഭാഗങ്ങളും കട്ടുവെച്ച് മൂടി ഇദ്ദേഹം പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ബാഫഖി തങ്ങളുടെയും PSMA പൂക്കോയത്തങ്ങളുടെയും വേർപാടിന് ശേഷം മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് 1979 ജൂണിൽ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത്. അപ്പം ഈ സംഭവം 1979 കഥയാണ് പറയുന്നത്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് സംഘടനയുടെ പുനഃസംഘടന നടക്കുന്നത്. ആ പുനഃസംഘടനയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന ദുർവ്യാഖ്യാനമാണ്, കബളിപ്പിക്കലാണ് നൗഷാദ് ചെയ്യുന്നത്. സുന്നത്ത് ജമാഅത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്നതായിരുന്നു തീരുമാനം. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത സമീപനമായിരുന്നില്ല ഇത്. സുന്നികൾക്കെതിരെ മുജാഹിദ് സംഘടനകൾ കൊണ്ടോട്ടി പുളിക്കൽ മാർച്ചിൽ ഒരു സമ്മേളനം നടത്തി. അതിൽ പ്രസംഗിച്ച അന്നത്തെ യൂണിയൻ ലീഗ് MLA P. സീതി ഹാജി തന്റെ അവസാന തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പ്രസംഗിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം കോഴിക്കോട് ഷാദുലി പള്ളിക്കേസ്, പൂനൂർ ടൗൺ പള്ളി കയ്യേറ്റം തുടങ്ങിയ സംഭവ വികാസങ്ങളിൽ സുന്നികൾക്കെതിരെ ഭരണപക്ഷത്തെ MLA-മാരെ ഉപയോഗപ്പെടുത്തി മുജാഹിദ് സംഘടനകൾ ശക്തമായ നീക്കങ്ങൾ നടത്തി. ഇതിനിടയിൽ പുളിക്കലിൽ സുന്നികളും വിപുലമായ സമ്മേളനം നടത്തി. ആ സമ്മേളനം മുടക്കാനും ചില ശ്രമങ്ങളുണ്ടായി. അവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ EK അബൂബക്കർ മുസ്ലിയാർ മുജാഹിദുകൾക്ക് ശക്തമായ താക്കീത് നൽകി. സുന്നത്തി ജമാഅത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് EK അവറുകൾ ആഹ്വാനം ചെയ്തു. EKയുടെ ശക്തമായ ആഹ്വാനമായിരുന്നു. അപ്പോൾ 1979 നടക്കുന്നത്. ഇതേ വർഷം ജൂണിൽ ചേർന്ന സമസ്ത മുഷാവറ EKയുടെ നിലപാടിനെ ശരിവെക്കുകയും പുളിക്കലിലെ ആഹ്വാനത്തെ അംഗീകരിച്ചു പ്രമേയം പാസാക്കുകയും ചെയ്തു. അപ്പോൾ സമസ്ത നിലപാട് അംഗീകരിച്ചു, പ്രമേയം പാസാക്കി. സുന്നത്ത് ജമാഅത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർത്ത് പരാജയപ്പെടുത്താൻ ആവശ്യമായ യുക്തമായ നടപടികൾ സാന്ദർഭികമായി സ്വീകരിക്കാനും തീരുമാനം. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് സമസ്തയും SYS-ഉം സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ EK അബൂബക്കർ മുസ്ലിയാർക്കൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു. ആരെ? ഷെയ്ഖുനയും പങ്കെടുത്തിരുന്നു. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ തുടർന്ന് ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് മുഷാവറ നേരത്തെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ തീരുമാനം എടുത്ത ചിലർക്ക് മനമാറ്റം വന്നു. അഥവാ സമസ്തയിലെ തന്നെ ചിലർക്ക് രാഷ്ട്രീയമായ ചില സ്വാധീനങ്ങൾ കാരണം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു മനംമാറ്റം വന്നു. അഥവാ സമസ്തയിൽ തന്നെ ഉണ്ടായിരുന്ന ചിലർക്ക്. അവരിൽ ചിലർ യൂണിയൻ ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിക്കുകയും മുഷാവറ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് വരെ പറയുകയും ചെയ്തു. നോക്കണം നിങ്ങൾ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇതാണ് വിഷയം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരു മുന്നണികളുടെയും ഭാഗമായ യൂണിയൻ ലീഗുകാരും അഖിലേന്ത്യാ ലീഗുകാരും കോൺഗ്രസും നിർത്തിയ മുജാഹിദ് പ്രവർത്തകർ വ്യാപകമായി തോറ്റിരിക്കുന്നു. മുജാഹിദുകൾ കൂട്ടത്തോടെ തോറ്റു, സുന്നികൾ തോൽപ്പിച്ചു.
ഇതോടെ സമസ്തക്കകത്തെ ചേരിതിരിവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കുകളിലെത്തുകയും ചെയ്തു എന്ന് 1979 സമസ്തയിൽ തന്നെ ചിലരെ മുജാഹിദുകൾക്ക് അനുകൂലമായ ചില നിലപാടുകൾ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയെടുത്തു. അത് സമസ്തയുടെ തീരുമാനത്തിനെതിരാണ്. അവർ സമസ്തക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. അതൊരു പിളർപ്പിലേക്ക് തന്നെ എത്തിപ്പെടുമോ എന്ന ഒരു അവസ്ഥ വന്നു. ഇതോടെ സമസ്തക്കകത്തെ ചേരിതിരിവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കുകളിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് ഇ കെ അവറുകളും ഞാനും കൂടി ഷെയ്ഖുന സി എമ്മിനെ കണ്ട് കാര്യങ്ങൾ ഉണർത്താൻ പോയത്. തളിപ്പറമ്പ് കുവ്വത്തിലെ ഇ കെയുടെ ശിഷ്യൻ കൂടിയാണ് ഷെയ്ഖുന സി എം. എല്ലാം കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ അവിടെന്ന് പറഞ്ഞു, സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. മനസ്സിലായല്ലോ? അപ്പം മുജാഹിദുകൾക്ക് അനുയോജ്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സമസ്തയുടെ തീരുമാനത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവർ പുറത്തു പോകുമെന്നാണ് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് പറഞ്ഞത്. അല്ലാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിവാര്യമായ പുനഃസംഘടനയെക്കുറിച്ചായിരുന്നില്ലത്. പുനഃസംഘടന നടന്നപ്പോൾ അത് നടന്ന അതിനുശേഷം നമ്മുടെ നേതാക്കളോട് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ സത്യത്തിൻ്റെ മേലിലാണ്, അതിൽ അടിയുറച്ചു നിൽക്കണം, യാതൊരു സംശയവും വേണ്ട എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പം അങ്ങനെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങൾ വളരെ ശക്തമായിട്ട് പിന്തുണ കൊടുത്തവരാണ് നമ്മുടെ പണ്ഡിതന്മാരെന്ന് ഞാൻ പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് അവர்கள் തുടർന്ന് എഴുതുന്നുണ്ട്, 1989 അഥവാ സമസ്തയുടെ അനിവാര്യ പുനഃസംഘടന നടന്ന ആ വർഷം SYS പ്രഖ്യാപിച്ച എറണാകുളം സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് ലീഗ് പ്രസ്താവന ഇറക്കിയിരുന്നു. ആ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷെയ്ഖുനയെ കാണാൻ വേണ്ടി ഞങ്ങൾ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ പോയി. അനുജൻ സി എം സൈനുദ്ദീൻ മുസ്ലിയാർ മരണപ്പെട്ടതിന് ശേഷം 1.5 വർഷത്തിലധികമായി ആരോടും സംസാരിക്കാതെ ആരാധനകൾ മുഴുകിയിരിക്കുകയാണ് ഷെയ്ഖുന. ഇരിക്കുന്ന റൂമിൻ്റെ വാതിലുകൾ അടച്ചിരിക്കുന്നു. എന്നെ കൂടാതെ ആവേലത്ത് തങ്ങളും പാറന്നൂർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാറും AK അബ്ദുൽ ഹമീദുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. നിരാശരായി മടങ്ങേണ്ടി വരുമോ എന്ന് പേടിച്ചു. അപ്പോഴുണ്ട് ഷെയ്ഖുന ഞങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു. സാധാരണ ലളിതമായി അല്പം ചില വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാറുള്ള ഷെയ്ഖുന ഏതാണ്ട് 1 മണിക്കൂറോളം നിർത്താതെ സംസാരിച്ചു. 1985 ശേഷമുള്ള ഏതാണ്ടെല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ച് പറഞ്ഞ ഷെയ്ഖുന പ്രശ്നത്തിൻ്റെ കാരണവും പരിഹാരങ്ങളും വിശദീകരിച്ചു തന്നു. സമസ്തയെയും മുസ്ലിം ലീഗിനെയും സംബന്ധിച്ച് സമഗ്രവും സൂക്ഷ്മവുമായ ഒരു വിശകലനമായിരുന്നു അത്. ഒരു മഹാസമ്മേളനത്തിലെ ശ്രോതാക്കളെന്ന പോലെ നിലത്തിരുന്ന് ഞങ്ങൾ ആ വാക്കുകൾ കേട്ടു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേമാരി പെയ്തു തീർന്ന അനുഭൂതി. ശേഷം ഞങ്ങളോട് പറഞ്ഞു, സമ്മേളനം വൻ വിജയമാകും, ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതുമില്ല, ധീരമായി പ്രവർത്തിച്ചോളൂ. മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിനകത്തെ ഇരുട്ട് നിറഞ്ഞ ആ മുറിയിലെ കൂടിക്കാഴ്ചയിൽ നിന്നാണ് 1989 ശേഷമുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ഞാൻ സംഭരിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ബാക്കി കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് അത് പിളരില്ല എന്ന ഒരു ഭാഗം മാത്രം എടുത്ത് വായിക്കുകയാണ് മൗലവി. ആരെയാണ് കബളിപ്പിക്കുന്നത് നൗഷാദേ? ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ ധാരാളമായി ഞങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെയും ഇതുപോലുള്ള വിമർശകരുടെയും കയ്യിലായിരിക്കില്ലേ? ഈ കളവ് പറഞ്ഞാൽ അതിന് അൽപായുസ് മാത്രമായിരിക്കുമെന്നത് താങ്കൾക്കറിയില്ലേ നൗഷാദേ? ത്വരീഖത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കാൻ താങ്കളെ ഇത്രമാത്രം മതപ്പതിപ്പിച്ച ഘടകമേതാണ് നൗഷാദേ? ഇത്രമാത്രം താങ്കൾ അതപ്പതിച്ചു പോകാനുള്ള എന്ത് ഗുരുത്തക്കേട് ആരിൽ നിന്നാണ് താങ്കൾ സമ്പാദിച്ചത് എന്ന് ആത്മവിചിന്തനം മരിക്കുന്നതിന് മുമ്പ് നടത്തിയാൽ രക്ഷപ്പെടാമെന്ന് നൗഷാദിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നൗഷാദ് ഇപ്പോഴോ ഇ കെ ഉസ്താദിൻ്റെ മഹത്വം പറയാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി? ഞാൻ പറഞ്ഞല്ലോ, അതും കാപട്യമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞ് നടക്കുന്ന നൗഷാദിനോട് കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇ കെ ഉസ്താദിനെ നൗഷാദെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഞാൻ ഉയർത്തിയിരുന്നു. അതിനെക്കുറിച്ച് വേണ്ടിയിട്ടില്ല നൗഷാദ്, വേണ്ടിയിട്ടില്ല. അൾജീരിയ ചോദിക്കുമ്പോൾ മിണ്ടാതെ നടക്കുന്നത് പോലെ, അതുപോലെ പ്രമാണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മിണ്ടാതെ പോകുന്നത് പോലെ നൗഷാദ് ഇതിനെക്കുറിച്ചും മിണ്ടിയിട്ടില്ല. അദ്ദേഹം കൊല്ലങ്ങളായി പറയുന്ന കളവുകൾ ആവർത്തിച്ചു എന്നല്ലാതെ എൻ്റെ ചോദ്യങ്ങളെ തൊട്ടു നോക്കിയിട്ട് പോലുമില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, ഇ കെ ഉസ്താദിനെ
കുരുവട്ടൂരികൾ അംഗീകരിക്കുമോ? ഏതാണ് ഇ കെ ഉസ്താദ്? ആരാണ് ഇ കെ ഉസ്താദ്? കുരുവട്ടൂരിസം എന്ന് പറയുന്ന പുത്തൻവാദം ഏറ്റവും പിഴച്ചവരാണെന്നും അവരെ നാട്ടിൽ നിന്നും അടിച്ച് പുറത്തറിയേണ്ടവരാണെന്നും ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇ കെ ഉസ്താദ്. കേൾക്കാവുന്നകൂടി കേൾക്കാം നമുക്കത്. ആ മഹാനവരുടെ കാലത്ത് ആര് വലിയ, ആ വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നു ശൈഖുനാ ശംസുൽ ഉലമയാണ്. വയനാട്ടിൽ ഒരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയന് അവന്ന് വിളിക്കുക. ആരാ വിളിക്കുന്നത്? ശംസുൽ. മോനോട് ഇവിടെ വരാൻ പറയുന്നുണ്ട്. അവനെ ശംസുലിമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുനാ ശംസുലിമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ പറിച്ച് ശംസുൽ ഉലമയുടെ സിംഹഗർജനമാണ്. സുലൈമാനെ, മീനങ്ങാടി സുലൈമാനെ അടിച്ചിറക്കി ആര്? ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ശരീഅത്തിന് വിരുദ്ധമായി ഇതുപോലെ നിസ്കാരമില്ല, നോമ്പില്ല, ഇങ്ങനെ നടന്ന് ഞാൻ വലിയ ഔലിയാണ്, വിലായത്ത് കിട്ടുന്ന ആളാണ്, എനിക്ക് ഇൽഹാമ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യാജനെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അടിച്ച് പുറത്തിറക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഓടിച്ചു അല്ലേ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ്. ആ ഇ കെ ഉസ്താദിനെ നൗഷാദ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? എൻ്റെ ചോദ്യം, എന്തേ അതിന് മിണ്ടാത്തത്? എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ആരാ ഈ മീനങ്ങാടി സുലൈമാൻ? പറ, ആരാണത്? അതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ കാര്യമായി പറഞ്ഞൊരു സംഗതിയല്ലേ. എന്നിട്ട് എന്തേ നൗഷാദ് മിണ്ടാതെ പോയത്? മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്നത് നൗഷാദും ടീമും പറയുന്ന കുരുവട്ടൂരിസത്തിന്റെ മുദബ്ബിറുൽ ആലമാണ്. ഏറ്റവും വലിയ ഷെയ്ഖാണ്. വലിയ ഹളറത്ത് നിന്ന് വിവരം കിട്ടുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഈ സുലൈമാന്റെ ഹളറത്താണ്. അല്ലേ അല്ലേ കോമാട്ടുചാലിൽ അബ്ദുള്ള അടക്കമുള്ള അതിൻ്റെയും മുകളിലുള്ള ഷെയ്ഖാണ്. കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ അടക്കമുള്ള ഷെയ്ഖാണ് ആര്? ഈ സുലൈമാൻ ഔലിയ എന്ന് പറയപ്പെടുന്ന ആള്. അദ്ദേഹത്തെയാണ് അസർ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എങ്കിൽ ഇറങ്ങിപ്പോകൂ, അടിച്ചിറക്കൂ, ഇങ്ങനെയുള്ള കള്ളന്മാരെ വെച്ചും കൊണ്ട് നിൽക്കാൻ പാടില്ല എന്ന് ശംസുൽ ഉലമ പഠിപ്പിച്ചു. ആ ശംസുൽ ഉലമയോട് താങ്കൾക്ക് ഒരൽപ്പം ആദരവുണ്ടെങ്കിൽ, ശംസുൽ ഉലമ പറഞ്ഞതിനൊരൽപ്പം വിശ്വാസമുണ്ടെങ്കിൽ കുരുവട്ടൂരിസം പിരിച്ചുവിടണ്ടേ നൗഷാദേ? താങ്കളുടെ ഏറ്റവും വലിയ ഷെയ്ഖിനെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അടിച്ചിറക്കിയിട്ടുള്ളത്. ആ ശംസുൽ ഉലമ പഠിപ്പിച്ചതാണ് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ കുരുവട്ടൂരിസം ബാത്തിലിൻ്റെ പിശാച്ചിൻ്റെ വക്താക്കൾ തന്നെയാണ് എന്ന് ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശംസുൽ ഉലമയുടെ ഈ നിലപാടാണ്. പറയൂ, അന്ന് നിങ്ങളുടെ കുരുവട്ടൂരിസത്തിൻ്റെ വലിയ ഷെയ്ഖിനെ അടിച്ചിറക്കിയ ശംസുൽ ഉലമയുടെ നിലപാടിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ശംസുൽ ഉലമയെ അംഗീകരിക്കുന്നുവെങ്കിൽ കുരുവട്ടൂരിസം പിരിച്ചുവിട്ട് തോട്ടിലെറിഞ്ഞ് സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വരണ്ടേ താങ്കൾ? എന്തേ അതിനെക്കുറിച്ച് മിണ്ടാതെ ഇരിക്കുന്നത്? മർമ്മത്തിൽ കൊള്ളുന്ന ചോദ്യം വരുമ്പോൾ മിണ്ടാതെ പോയാൽ അങ്ങ് രക്ഷപ്പെടാമെന്ന ഒരു തോന്നലുണ്ടോ നൗഷാദേ? അപ്പൊ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പിടിച്ച് ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞ് ഈ കെ വിഭാഗത്തെ ചാരി അങ്ങനെ മറവിൽ പോയി രക്ഷപ്പെടാം, അങ്ങനെ കള്ളത്വരീഖത്ത് വളർത്താം എന്ന് നൗഷാദും കുരുവട്ടൂരികളും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിഡ്ഢികളുടെ സ്വർഗത്തിലെ ആദ്യത്തെ സ്ഥാനക്കാരെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇ കെ ഉസ്താദിൻ്റെ പേര് പറയാം, ഇ കെ ഉസ്താദിൻ്റെ മഹത്വം പറയാം. അത് പറയാൻ നിങ്ങൾക്കെന്ത് യോഗ്യതയാണുള്ളത്? അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങളല്ലേ പറയേണ്ടത്? ഇ കെ ഉസ്താദിൻ്റെ മഹത്വം അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മഹത്വം അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും.
കണ്ണിയത്ത് ഉസ്താദിന്റെ അരുമ ശിഷ്യനാണ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളവറുകളുടെ കൂടെയാണ് ഞാനെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ ഉസ്താദ് അവറുകളാണ്. അപ്പൊ സംഘടനാപരമായ ശാഖാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്തുണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അത് കാലഘട്ടത്തിൽ മാത്രമല്ല, എക്കാലഘട്ടത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ഇതുപോലെ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമുകൾ ശിഷ്യനായിരുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉസ്താദായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുമായിട്ടുള്ള മസ്അലപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അതിൻ്റെ പേരിൽ ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും ഷാഫിഈ മദ്ഹബും മാലിക്കി മദ്ഹബൊക്കെ രൂപീകരിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ പേരിൽ അയിമ്മത്തുകളെ ഗ്രൂപ്പ് തിരിച്ച് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ചീത്ത പറയുന്നില്ല, അധിക്ഷേപിക്കുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ പിഴച്ച പുത്തൻവാദികളാണ് നൗഷാദെ താങ്കളടക്കമുള്ള പുത്തൻവാദികൾ, കള്ളത്വരീഖത്തുകാർ. താങ്കൾ കൊണ്ടുവന്നില്ലേ മൊബൈൽ വാദം? അത് പിഴച്ചുപോയ മുഅ്തസിലത്തി എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച കക്ഷികളായ ആ ടീമിൻ്റെ വാദമായിരുന്നില്ലേ? അതേ വാദം തന്നെയല്ലേ പുതിയ കുപ്പിയിലാക്കി താങ്കൾ അവതരിപ്പിച്ചത്? അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലോകത്ത് ഒരു ഇമാമും പറഞ്ഞിട്ടില്ലാത്ത വാദം എന്നല്ല, സുമൂദ് ഇമാമിന്റെ കാലത്തെ ഒരാൾ വാദിച്ചപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് നസ്വീഹത്തുൽ ലബീബ് എന്ന കിതാബ് തന്നെ എഴുതാനുള്ള വാദം. അതെന്താണ്? ഞാൻ റസൂലാണെന്ന് കളവ് പറഞ്ഞ് പിശാച് സ്വപ്നത്തിൽ വരും. അതിനെതിരെ താങ്കൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നില്ലേ? പ്രമാണത്തിന് നിരക്കാത്ത ഇത്തരം വാദങ്ങൾ. അൾജീരിയയിൽ കിതാബുണ്ടെന്ന് കളവ് പറഞ്ഞില്ലേ? അങ്ങനെ എത്ര സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ വാദങ്ങൾ പറഞ്ഞു, കുഫറിലേക്ക് തന്നെ എത്തുന്ന വാദങ്ങൾ പറഞ്ഞില്ലേ? ഇങ്ങനെ അഖീദയിൽ പിഴച്ചപ്പോൾ, വിശ്വാസത്തിൽ പിഴച്ചപ്പോൾ താങ്കളെ പുറത്താക്കി. ആ പുറത്താക്കിയപ്പോൾ താങ്കൾ വീണ്ടും വീണ്ടും നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നൗഷാദിനെ പേറുന്ന ആളുകളോട് പറയട്ടെ, നാറിയവനെ പേറിയാൽ പേറിയവനും നാറിപ്പോകും. മറന്നു പോകണ്ട. അവിടെ കുറെ താടി നിരച്ച വൃദ്ധരായ ആളുകളെ കാണുന്നുണ്ട്, തലയിൽ തലപ്പാവുണ്ടവർക്ക്. അവരോട് ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ നാശത്തിലേക്കാണ്. കാലഘട്ടത്തിൻ്റെ മശായിഖന്മാരെ അംഗീകരിക്കണം. അതേ ജാഹിലീങ്ങളല്ല. കാലഘട്ടത്തിൻ്റെ മശായിഖന്മാർ ഉലമാക്കളാണ്. ഉലമാഇനെയാണ് അംഗീകരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീന് ശരീഅത്ത്, ആ ശരീഅത്ത് എന്ന് പറയുന്നത് അടിമകളായ നമുക്ക് ജീവിക്കാനുള്ളതാണ്, പാലിക്കാനുള്ളതാണ്. അത് അംഗീകരിക്കുന്ന, അത് വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന നമ്മുടെ ഉലമാഇനെയാണ് അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ജാഹിലീങ്ങളെ കൂടെ പോയാൽ അവസാനം നരകത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നൗഷാദ് നമ്മുടെ പിരിവിനെ പരിഹസിക്കുന്നുണ്ട്. നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് കളക്ഷൻ എടുക്കാറുണ്ട്, ഒരു തർക്കവുമില്ല. നിരന്തരം ഞങ്ങൾ കളക്ഷൻ എടുക്കാറുണ്ട്. നൗഷാദ് പറയട്ടെ. ഇപ്പം ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ പിരിവുകളാണ് നിങ്ങൾ നോക്ക്. പിരിശപ്പൊതി, അറഫാനിധി, ബിരിയാണി പൊതി, നെയ്ച്ചോറ് ചാക്ക്, ഇങ്ങനെ എന്തൊക്കെ ഏതെല്ലാം കളികൾ. ഇതൊക്കെ നടത്തുന്നത് ഈ പാവപ്പെട്ട പ്രവർത്തകരിൽ നിന്ന്, അവരെ ഹദ്റത്തുൽ ഖുദ്സിൽ നിന്ന് തടയുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തകരുടെ പണം പോകുന്നതിൽ നമുക്കില്ലാത്ത വേദന, ചെമ്പിനില്ലാത്ത ചൂടാണ് മോഡിക്ക്. നൗഷാദിന് ഭയങ്കര വേദനയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു വേദനയുമില്ല മൗലവി. അങ്ങനെ പിടിയരി കൊടുത്തുകൊണ്ട് വളർത്തി വന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ലാത്തവർ, ആ ഉള്ളതിൽ നിന്ന് ഒരു പിടി മാറ്റി വെച്ചുകൊണ്ട് വളർത്തി വന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അങ്ങനെ ലോകത്തോളം വളർന്നു വന്നു. ഇന്ന് അതിൻ്റെ പ്രവർത്തകർ അവരോരോരുത്തരും എടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരും, അതുപോലെ തന്നെ ഞങ്ങളുടെ ആയിരക്കണക്കിന് വരുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെ തുടങ്ങിയിട്ട് സാന്ത്വന പ്രവർത്തനങ്ങൾ, എത്ര കോടി രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ. സൗകര്യമുണ്ടെങ്കിൽ ആ ദിവസവും മെഡിക്കൽ കോളേജ് പരിസരത്ത് ചെന്ന് നോക്കൂ. അവിടെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂര് ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന് നോക്ക്. അവിടെ ഞങ്ങളെ പ്രവർത്തകർ എന്നും അവിടെ സാന്ത്വന പ്രവർത്തനത്തിനുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് RCC മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തുള്ള ഞങ്ങളുടെ സാന്ത്വന കേന്ദ്രം എത്ര കോടി രൂപ മുടക്കിയിട്ട് നിർമ്മിച്ചു. ഇന്നതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്?
എത്ര പാവപ്പെട്ട രോഗികൾക്ക് വീട് വെച്ച് നൽകി, എത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ, എത്ര കോടികൾ ഇവിടെ ചെലവഴിച്ചു. ഇത് കണ്ണും മൂക്കും വിവേകവുമുള്ള കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും കാണാവുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ പിരിച്ചുണ്ടാക്കുന്നത് കേരളത്തിൽ കാണാനുണ്ട്. നിങ്ങൾ എന്തിനാ അത് ഉപയോഗപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്നാൽ നൗഷാദിനോട് ചോദിക്കട്ടെ, നിങ്ങൾ പിരിക്കുന്ന ഒരു റെസിപ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ പിരിക്കുന്ന റെസിപ്റ്റാണിത്. ഇതെന്തിനു വേണ്ടിയാണ് നിങ്ങൾ പിരിക്കുന്നത്? എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്? പണ്ഡിതന്മാരെ പച്ചമാംസം കൊത്തിവലിക്കുന്നു എന്നതിലപ്പുറം എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ആളുകളെ കയ്യിൽ നിന്നും പിരിവ് വാങ്ങി നിങ്ങളത് എന്തിനാ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? പച്ച ഹറാമ് പറയാനും പച്ച ഹറാമ് മറ്റുള്ളവരെ കേൾപ്പിക്കുവാനും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയാൻ വേണ്ടി മാത്രമല്ലേ നിങ്ങളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ, ആ പ്രവർത്തകരുടെ രക്തവും അവരുടെ സമ്പത്തും ഊർജവും തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ സംഘടനയും ഞങ്ങളുടെ പ്രസ്ഥാനവുമെന്ന് നൗഷാദിനെയും ടീമിനെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെയും അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് ഇനിയും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.